പത്തനംതിട്ടയിൽ 13-കാരിയുടെ വ്യാജ പീഡന പരാതിയിൽ പോലീസ് മർദ്ദനമേറ്റതായി 21-കാരൻ റിപ്പോർട്ടറിനോട് കാൽമുട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചു. 3 പോലീസുകാർ കുനിച്ചു നിർത്തി തന്റെ പുറത്ത് മർദ്ദിച്ചതായും യുവാവ് പറയുകയാണ്. ഈ 2 പെൺപിള്ളേരെ പേര് പറഞ്ഞേ ഇവരെ അറിയാമെന്ന് ഞാൻ പറഞ്ഞ അറിയത്തില്ല സാറേ, എന്തായാലും നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട് പോയി. കാറ് മറ്റേ ഒരു ബ്ലൂ കളർ കാറില് പോലീസ് സ്റ്റേഷന് ഞങ്ങളെ സ്റ്റേഷനിലല്ല സാറേ ആദ്യം കൊണ്ടുപോയത്. ഈ കൂടൽ പോലീസ് സ്റ്റേഷന്റെ പുറകിലായിട്ട് ഒരു ഗോഡൌൺ കണക്കൊരു വീട് കണക്കുണ്ട്. അവിടേക്കാണ് എന്നെ എന്റെ അനിയനെ പോലീസ് സ്റ്റേഷനെ ഇറക്കി വിട്ടിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഈ 2 പെൺപിള്ളേരുടെ ഫോട്ടോ എന്നെ കാണിച്ച് അറിയാമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ അറിയത്തില്ല സാറേ, എന്തോ വിഷയം ഞാൻ അപ്പോഴാണ് ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞ് ഇന്നതുപോലെ നിന്റെ പേര് പരാതി കിട്ടിയിട്ടുണ്ട്, ഞാനും അവനോട് എന്തോ മയക്കുമരുന്ന് കുത്തിവെച്ച് പീഡിപ്പിച്ചു കഴിഞ്ഞ മാസം 25-ാം തീയതി. കഴിഞ്ഞ മാസം 25-ാം തീയതി ഞാൻ സ്ഥലത്തില്ല, ഞാൻ തമിഴ്നാട് പോയേക്കായിരുന്നു റംബൂട്ടാൻ കൊടുക്കാൻ. എന്നിട്ട് അവരെ എന്നെ വേറൊരു റൂമിലോട്ട് കൊണ്ടുപോയിട്ട് എന്റെ ഫോണൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. 3 സ്റ്റാറുള്ള ഒരു സാറുണ്ടല്ലോ, ആ സാറ് മുട്ടുകാല് കൊണ്ട് എന്നെ ഒന്ന് ചവിട്ടി. അപ്പോഴത്തേക്ക് വേറെ 2 സാറന്മാർ എന്നെ കുനിച്ചീർത്തി പുറത്തൊരു 3 ഇടി ഇടിച്ചിട്ട് അപ്പോഴത്തെ ആ ഇടി കൊണ്ട് ഞാൻ താഴെ വീണു. എന്നിട്ട് എന്റെ മുടിയെ പിടിച്ച് വലിച്ചു പൊക്കി. അപ്പൊ ഞാൻ പറഞ്ഞ സാറേ ഇനി എന്നെ അടിക്കില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ സാറേ എന്നെ അടിക്കുന്നത്? പിന്നെ അവര് അടിച്ചൊന്നുമില്ല. എന്നെ ചെറിയ സംശയം മാത്രമേ ഉള്ളൂ എന്നേ പറഞ്ഞുള്ളൂ. തൽക്കാലം വിട്ടയക്കാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മർദ്ദന പരാതി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കും. പ്രവീൺ പുരുഷോത്തമനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. പ്രവീൺ, ഒരു 9-ാം ക്ലാസ്സുകാരിയാണ്. 13 വയസ്സുള്ള ഈ ഒരു പെൺകുട്ടി നൽകിയ കള്ളപ്പരാതിയുടെ പേരിലാണ് യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അതിൽ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ പോലുമുണ്ട്, അവരെ പോലും വിളിച്ചുകൊണ്ടുപോയി പോലീസ് ഇത്തരത്തിൽ ക്രൂരമായി ഉപദ്രവിച്ചത്, മർദ്ദിച്ചത്. പോലീസ് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എന്തിനാണ് ഇത്തരത്തിൽ മർദ്ദിച്ചത്, ഉപദ്രവിച്ചത്? അതിന് പോലീസിന് എന്താണ് മറുപടിയുള്ളത്? ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടാകുമോ? ഷിഹാസ്, 13-കാരിയുടെ വ്യാജ പീഡന പരാതിയിൽ വീട്ടിൽ നിന്നുമാണ് 21-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൂടൽ പോലീസ് സ്റ്റേഷന് സമീപം ഗോഡൌൺ പോലെയുള്ള സ്ഥലത്തേക്കാണ് തന്നെ എത്തിച്ചതെന്ന് യുവാവ് പറഞ്ഞു. കഴിഞ്ഞ മാസം 25-ന് മയക്കുമരുന്ന് നൽകിയ പെൺകുട്ടിയെ താൻ പീഡിപ്പിച്ചുവെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. തുടർന്ന് 3 സ്റ്റാറുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാൽമുട്ടുകൊണ്ട് ദേഹത്ത് മർദ്ദിച്ചു. 2 പോലീസുകാർ തന്നെ കുനിച്ചു നിർത്തി പുറത്ത് 3 പ്രാവശ്യം ശക്തിയായി ഇടിച്ചു. ഇടികൊണ്ട് താൻ താഴെ വീണതായും 21-കാരൻ പറഞ്ഞു. കരഞ്ഞുകൊണ്ട് അടിക്കല്ലേ എന്ന് അപേക്ഷിച്ചപ്പോഴാണ് മർദ്ദനം നിർത്തിയതെന്നും 21-കാരൻ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 25-ാം തീയതി താൻ തമിഴ്നാട്ടിലായിരുന്നുവെന്ന് യുവാവ് പറയുന്നു. റംബൂട്ടാൻ ശേഖരിച്ച് വിൽക്കലാണ് യുവാവിന്റെ തൊഴിൽ. ഈ ജോലിയുടെ ഭാഗമായാണ് തമിഴ്നാട്ടിലേക്ക് 25-ാം തീയതി താൻ പോയതെന്നും യുവാവ് പറഞ്ഞു. പെൺകുട്ടിയെ തനിക്ക് പരിചയമില്ലെന്നും യുവാവ് വ്യക്തമാക്കി. മർദ്ദന പരാതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അനീഷ് കെ ജി അന്വേഷണം ആരംഭിച്ചു. പരാതിക്കാരിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി മൊഴിയെടുക്കും. പെൺകുട്ടിയുടെ സഹപാഠികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കും. പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റു എന്നാരോപിച്ച് 20-കാരൻ കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി അയച്ചിരുന്നു. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് തെളിഞ്ഞതോടെയാണ് 2 യുവാക്കളെയും പോലീസ് കസ്റ്റഡിയിൽ നിന്നും വിട്ടയച്ചത്. ഷിയാസ്. ശരി പ്രവീൺ, നമുക്കിപ്പോഴത്തെ ആഭ്യന്തര മന്ത്രിയെ രമേശ് ചെന്നിത്തലയെ ഓർപ്പിക്കാനുള്ളൊരു കാര്യം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പോലീസ് സ്റ്റേഷനകത്തും പുറത്തും പോലീസുകാരുടെ നിരവധി ഇത്തരത്തിലുള്ള മർദ്ദന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ആ സമയത്ത് ഇടതു സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനവും ആരോപണവും ഒക്കെ ഉന്നയിച്ചിരുന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ജനങ്ങളുടെ മേൽ കൈവെക്കേണ്ടതുണ്ടോ? അങ്ങനെ കൈവെക്കുന്ന പോലീസുകാർ സർവീസിൽ ഉണ്ടാവാൻ പാടുണ്ടോ? ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനം താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് തന്നെ ഞങ്ങൾ കരുതുകയാണ്.